ഇനി നമ്മൾ ഇവിടുന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പോകുന്നത് ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്. മ്യൂസിക് നമുക്ക് സ്കോട്ട്ലാൻഡിലെ സ്ട്രീറ്റുകൾ മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു മ്യൂസിക്കാണ്. ഏതെങ്കിലും ഒക്കെ കാലത്ത് നമുക്ക് ആ സുവനീർ കാണുമ്പോൾ നമ്മളുടെ ഈ ഓർമ്മകൾ നമുക്ക് ഒന്നായി വരക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് വാങ്ങി വെക്കുന്നതാണ്. മഹിമ എന്തൊക്കെയോ നല്ല തട്ട് തട്ടുന്നുണ്ട്. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ കുക്കിംഗ് മൊത്തം ഞങ്ങൾ ആണുങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്തത്. ലേഡീസിന് ഫുൾ റെസ്റ്റാണ്. വണ്ടർലെസ് വ്ളോഗ്സ്. അങ്ങനെ നമ്മൾ എഡിൻബറ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് കണ്ട കടൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവരവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കടലിൻ്റെ അടുത്തൊക്കെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കണ്ട ഇവിടെ കടലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി ഇനി എഡിൻബറ കാണാൻ പോവാണ്. ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് റോഡിലൊക്കെ, ക്രിസ്മസ് സീസൺ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം പോകുന്നത് എഡിൻബറയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസാണ് വിക്ടോറിയ സ്ട്രീറ്റ്. അതായത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളുള്ള സ്ഥലമാണ്. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്, എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി നമ്മൾ ഇവിടുന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പോകുന്നത് ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ മ്യൂസിക് നമുക്ക് സ്കോട്ട്ലാൻഡിലെ സ്ട്രീറ്റുകൾ മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു മ്യൂസിക്കാണ്. അതായത് ബാക്ക് പേപ്പർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചാണ് അവരത് വായിക്കുന്നത്. പക്ഷേ അവർക്കൊരു പ്രത്യേക യൂണിഫോം ഉണ്ട്. അത് ലോകത്ത് എവിടെയാണെങ്കിലും ആ യൂണിഫോം തന്നെ ആയിരിക്കും അവരിടുക. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഈ കത്തീഡ്രലൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ റോബിൻ അമ്മേനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചൊറിയുന്നുണ്ട്. കൊറേ നേരം ആള് കാര്യാവേ. ഈ എഡിൻബറയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് പള്ളികൾ കാണാം. അതായത് ഈ കത്തീഡ്രലൊക്കെ നമുക്ക് ശരിക്കും അകത്ത് കയറി കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം എൻട്രി അലൗഡ് അല്ല, കാരണം ടൈം ഇതായതുകൊണ്ട്. ഇപ്പം നമുക്ക് നാളെ കാണാം. സ്കോട്ട്ലാൻഡിൻ്റെ സാംസ്കാരിക ശൈലിയിൽ നിർമ്മിച്ച ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോകാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. സത്യം പറഞ്ഞാൽ UK മസ്റ്റായിട്ട് സ്കോട്ട്ലാൻഡ് വൺസ് വിസിറ്റ് ചെയ്യണം. അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങളൊരു ഷോപ്പിൽ കയറി. അതായത് ഷെയറൂന് ഷോപ്പിൽ കയറി സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിലും എല്ലാം ഒന്ന് നോക്കലൊക്കെ ഒരു പ്രത്യേക ഹരമുള്ള കാര്യമാണ്. ഞങ്ങൾ ആകെ വാങ്ങിയത് സുവനീർ വാങ്ങി. നമ്മൾ ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ ഒരു സുവനീർ വാങ്ങി വെക്കാറുണ്ട്. അപ്പം അങ്ങനെ സ്കോട്ട്ലൻഡിലെ ഒരു സുവനീർ വാങ്ങി. അപ്പോൾ അത് നമ്മൾ പോയതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഏതെങ്കിലുമൊക്കെ കാലത്ത് നമുക്ക് ആ സുവനീർ കാണുമ്പോൾ നമ്മളുടെ ഈ ഓർമ്മകൾ നമുക്ക് ഒന്നായി വരക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് വാങ്ങി വെക്കുന്നതാണ്. പിന്നെ ഷോപ്പിൽ നിന്ന് അങ്ങനെ സാധനങ്ങളൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, കാരണം അത്യാവശ്യം നല്ല വിലയാണ്. പിന്നെ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ലണ്ടനിൽ നിന്ന് വന്നത്. കാരണം നമുക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാമെന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സുവനീർ മാത്രം വാങ്ങി അവിടുന്ന് ഞങ്ങളെ യാത്ര വീണ്ടും തുടർന്നു. പോകുന്ന വഴിയിലൊക്കെ നമ്മൾ ഈ സ്കോട്ട്ലാൻഡിൻ്റെ ഈ എന്താ പറയുക സാംസ്കാരിക ശൈലികളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിൽഡിങ്ങുകളാണ്. ഇതിൻ്റെ കുറേ ബിൽഡിങ്ങുകളൊക്കെ അവർ നമ്മൾ പണിയുന്ന പോലെ കട്ട വെച്ചോ കല്ല് വെച്ചോ പണിഞ്ഞതല്ല, കൊത്തി ഉണ്ടാക്കിയതാണെന്നും പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ഈ സിറ്റിയിൽ നമുക്ക്, ഈ എഡിൻബറ എന്ന് പറയുന്ന സിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ നമ്മളുടെ UK ഐഡൻറ്റിറ്റി ആയ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ടല്ലോ. സാധാരണ ലണ്ടനിലൊക്കെ ഞങ്ങൾ നോക്കിയപ്പം അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്പണായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബൂത്ത് കണ്ടു. അപ്പം കുറേ പഴയതാണത്, കണ്ടാൽ അറിയാൻ നല്ല പഴക്കമുണ്ട്. അപ്പോൾ അവിടെ ഷെയർ കയറി ആരെയെ വിളിക്കുന്നുണ്ട്, ആരെയാണ് അവ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പം ക്രിസ്മസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി, അതായത് ലൈറ്റുകളൊക്കെ. പിന്നെ കുറേ ഷോപ്പുകളുണ്ട് അവിടെ. പിന്നെ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. എവിടെ പോയാലും നമ്മളുടെ കണ്ണ് ആദ്യം ഒന്ന് ഉടക്കുന്നത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലായിരിക്കുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടന്നു പോവാണ്. കുറേ നടക്കാറുണ്ട്, പക്ഷേ നമ്മൾ നടക്കുന്നതോ അതിൻ്റെ ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും നമ്മളറിയില്ല. ഒന്നാമത് തണുപ്പാണ്. പിന്നെ നമ്മളെല്ലാം കണ്ട് പോകുമ്പം നമുക്ക് ആ നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയില്ല. പിന്നെ കുട്ടികളുള്ളത് കൊണ്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഈ ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്തൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു പ്രത്യേക ഒരു സുഖമാണ്. അപ്പോൾ യാത്രകൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഒന്നും പോകാൻ പറ്റില്ല, എന്നാലും നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക. അങ്ങനെ ആ ഒരു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് എൻ്റെ ഫ്രണ്ട് എൻട്രൻസ്. അപ്പോൾ ശരിക്കും എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിൽ, അതായത് എൻ്റെ നാട്ടിൽ ഓച്ചിറയിൽ വൃശ്ചികോത്സവം ഉണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു വലിയൊരു ഗ്രൗണ്ടിൽ ഇതുപോലെ കുറേ റൈഡുകളും ഷോപ്പുകളും സംഭവങ്ങളൊക്കെ നല്ല രസമാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുറേ പോകാറുണ്ടായിരുന്നു. അതുപോലെ ഒരു സെറ്റപ്പാണിത്. അപ്പോൾ ഇവിടെയും ഇതുപോലെ കുറേ നമുക്ക് ഷോപ്പുകളും ഫുഡുകളും പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ, വലിയവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ,
അപ്പം അങ്ങനെ ഇതൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ശരിക്കും ക്രിസ്മസിന് ഇനി 1 മാസം കൂടി ഉണ്ട്. ഞങ്ങൾ ശരിക്കും ഇത് ഡേറ്റ് November 22 അപ്പം ക്രിസ്മസിലേക്ക് ഇനി 1 മാസം കൂടി ഉണ്ട്. എന്നിട്ടും ഭയങ്കര തിരക്കാണ്. ക്ലൈമറ്റും അത്യാവശ്യം തണുപ്പാണ്. കുറേ ആളുകൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്ന് ഇങ്ങനെ വെറുതെ ഷോപ്പിലേക്ക് നോക്കിയിരിപ്പുണ്ട്. മെയിനായിട്ട് ആൾക്കാർ വാങ്ങിക്കുന്നത് ഫുഡുകളാണ്. അല്ലാത്തതിൻ്റെ അടുത്തൊക്കെ വെറുതെ നിൽക്കുന്നേ ഉള്ളൂ. ഫുഡിൻ്റെ ഇതുണ്ട്, ഈ ഫെസ്റ്റീവ് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇവിടെ കുട്ടികളുടെ സെഷനിൽ വന്നപ്പോഴാണ് റോബിന് പണി കിട്ടിയത്. അവിടെ ക്യാൻഡീസിൻ്റെ ഒരു മഹാമേള തന്നെ ഉണ്ടായിരുന്നു. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡീസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ റോബിനൊരു വലിയ കവർ എടുത്തിട്ട് അതിനകത്ത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. വലിയൊരു കവർ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അവിടെ കൗണ്ടറിൽ കൊടുത്തിട്ട് നമുക്ക് ബില്ല് ചെയ്യാം. അത് ശരിക്കും ഇവിടുത്തെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത് നമ്മുടെ വെപ്പുപല്ലിൻ്റെ ഷേപ്പിലും ബുൾസയുടെ ഷേപ്പിലൊക്കെയുള്ള ക്യാൻഡീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ അവിടെ കുട്ടികൾക്കുള്ള റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ സെറ്റപ്പാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കയറിയില്ല, കാരണം അവിടെയൊക്കെ ആൾക്കാരൊന്നും ആയി തുടങ്ങിയിട്ടില്ല. പിന്നെ അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ പതുക്കെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതൊക്കെ കാണാൻ. പ്രത്യേകിച്ച് രാത്രി ആ ലൈറ്റ്, ഭയങ്കര ലൈറ്റിൻ്റെ സെറ്റപ്പാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ആ ഒരു ക്ലൈമറ്റിൽ ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് ശരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നപ്പം പിന്നെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഓരോ സെഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ അതിനകത്ത് കയറി ഫോട്ടോ എടുക്കുന്ന ഒരു ക്രിസ്മസ് വേൾഡിൽ നിന്നെടുക്കുന്നൊരു ഫോട്ടോ പോലെയാണ്. അപ്പോൾ അതിനൊക്കെ പേ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും എടുത്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് അല്ലാണ്ട് ഫോട്ടോ എടുത്തു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. അങ്ങനെ വന്നപ്പോഴാണ് എഡിംബ്ര എന്നെഴുതിയൊരു ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ക്യൂ ആണ്. അതായത് നമുക്ക് നമ്മളെ മാത്രം ഫ്രെയിമിൽ കിട്ടുന്ന ഭാഗത്തിന് ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു ടാസ്ക്കാണ്. എന്നാലും പരമാവധി എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നുണ്ട്. അതായത് ഒരു ടീം ഫോട്ടോ എടുത്തിട്ട് മാറിക്കൊടുക്കുമ്പോൾ അടുത്ത ആൾ വരുമ്പോൾ വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ല. എന്നാലും അവിടെ എവിടെയൊക്കെ നിന്ന് എടുക്കുമ്പം പൂർണ്ണമായിട്ടും നമുക്കത് കിട്ടാൻ പാടാണ്. എന്നാലും ഞങ്ങളും ട്രൈ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് അധികം സമയം കളയാതെ നമ്മൾ ആ ദൂരെ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ടോ, അത് ശരിക്കും അതൊരു സ്മാരകമാണ്. വാട്ടർ സ്കോട്ട് എന്ന് പറയുന്നൊരു സ്മാരകമാണ്. അതായത് സ്കോട്ട്ലാൻഡിലെ ഒരു സാഹിത്യകാരനായ വാൾട്ടർ സ്കോട്ട് എന്ന് പറയുന്ന പുള്ളിയുടെ വാൾട്ടർ സ്കോട്ട് മെമ്മോറിയൽ എന്നാണ് അറിയപ്പെടുന്നത്. പുള്ളിയുടെ സ്മാരകമാണത്. അത് ഭയങ്കര വലുപ്പമാണ്. അത് മാർബിളിൽ കൊത്തി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഭയങ്കര ഹൈറ്റാണ്. അത് ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല വീഡിയോയിൽ. ശരിക്കും അത് ഭയങ്കര ഉയരമുണ്ട്. അത് ആ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല രസമാണ് കാണാൻ ആ രാത്രിയിൽ. അതിൻ്റെ പുറയിലായി ആകാശി ഊഞ്ഞാൽ പോലത്തെ ആ ഒരു റൈഡ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് കയറാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളതിൽ കയറാൻ പോകും. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് അറൗണ്ട് ദ വണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള റൈഡിലാണ്. ഇത് മേളിൽ 80 മീറ്റർ ഹൈറ്റിൽ പോയിട്ട് കറക്കി താഴെ കൊണ്ടുവരും. അറിയില്ല എങ്ങനെയാന്ന്. പേടിയുണ്ടോ? നല്ല പേടിയുണ്ട്. മോളിൽ പോയിട്ട് വന്നാൽ കാണാൻ എനിക്ക് പേടിയുണ്ടെന്നാലും ഞാൻ കയറും. അങ്ങനെ ഞങ്ങൾ ആ റൈഡിലൊക്കെ കയറിയിട്ട് വന്നപ്പോഴത്തേക്ക് താഴെ വന്നപ്പോൾ ഇവരെ കാണാനില്ലായിരുന്നു. അങ്ങനെ തപ്പി ഇറങ്ങിയപ്പോഴാണ് അവരെ കിട്ടിയത്. വേണ്ട, അവരിവിടെ വന്ന് മഹിമ എന്തൊക്കെയോ നല്ല തട്ടുന്നുണ്ട്. ഞങ്ങളതിനകത്ത് കയറി ചങ്ങുപാളിയോ. ആ എൻട്രി ഊഞ്ഞാൽ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശപ്പായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തപ്പി ഇറങ്ങിയതാണ്. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനാണ്. വല്ല ലോഡഡ് ഫ്രൈസോ ഇവിടെ അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നറിയാം. നമുക്ക് മെനു നോക്കാം. അതേ അവിടെ ഉണ്ട്, നമുക്ക് പറ്റിയ സാധനം അവിടെ ഉണ്ട്. അപ്പം ഷെയർ അവിടെ വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്നുണ്ട്. ഒരു കോഫിയും വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സോൾട്ട് ആൻഡ് ചില്ലി ചിക്കൻ ചിപ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കാഴ്ചകളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഇത് നമുക്ക് വീട്ടിലൊക്കെ വാങ്ങി തൂക്കിയിടാൻ പറ്റിയ സാധനമാണ്. ഞാൻ ശരിക്കും ആദ്യമായിട്ട് കാണുകയാണ്. ഒരു പ്രത്യേക ഒരു ഇല്യൂഷൻ സെറ്റപ്പാണ്. അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണ്. പോസിറ്റീവ് എനർജിയുടെ സാധനം.
ഇനി നമ്മൾ പോകുന്നത് ഈ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്കാണ്. അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ഒരു തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ പുള്ളി നമ്മളോട് കുറേ സംസാരിച്ചു. അപ്പം അതായത് ഇതിൻ്റെ ഓണർ ഒരു ഇംഗ്ലീഷുകാരനാണ്. ഈ നമ്മൾ ഇംഗ്ലീഷുകാരുടെ ഈ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, വീട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലും. അപ്പം അതിനെപ്പറ്റിയൊക്കെ പുള്ളി കുറേ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം 6 മണിക്കൂറായി. ഇപ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട്. 6 മണിക്കൂറായിട്ട് നമ്മളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ടയർഡായി. അപ്പോൾ നമുക്കിനി റൂമിലേക്ക് പോകണം. കാരണം റൂമിൽ ചെന്നിട്ട് വേണം നമുക്കിനി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ. എന്നിട്ട് വേണം നമുക്ക് നാളെ രാവിലെ എഡിംബ്ര നമുക്ക് ഡേ ലൈറ്റിൽ നാളെ കാണണം. അപ്പോൾ ഡേ ലൈറ്റിൽ ഫുള്ള് നമുക്ക് എഡിംബ്ര കാണാനാണ് നാളത്തെ പരിപാടി. അപ്പം അങ്ങനെ കുറേ കാഴ്ചകൾ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏർലി മോർണിംഗ് ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് നേരത്തെ പോയി കിടക്കാമെന്ന് വിചാരിച്ചൊരു 12 മണിയാകുമ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കണം. എന്നിട്ട് രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്കെങ്കിലും എല്ലാവരും റെഡി ആവണം എന്നുള്ള പ്ലാനിലൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം നാളെ നമുക്ക് ഡേ ലൈറ്റിൽ ഒരു 3 മണിക്ക് മുന്നേയായിട്ട് എഡിംബ്ര ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് പോകണം. നാളെ ഡേ ലൈറ്റിലുള്ള എഡിംബ്ര ആയിരിക്കും നമ്മുടെ പാർട്ട് 3 വീഡിയോയിൽ വരുന്നത്. അപ്പോൾ അതെല്ലാവരും കാണുക. പിന്നെ പാർട്ട് 4 ദ കെൽപ്പിസ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഹൈലാൻഡ്സ് വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ പാട്ടും മിസ് ചെയ്യാതെ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇത് നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ആ ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ്. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ. അതായത് നാഷണൽ ഗാലറിയുടെ അടുത്തായിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാർക്കിംഗ് സ്ലോട്ടൊന്നും അല്ല, ഒരു റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തത് അവിടെ. പക്ഷേ നൈറ്റിൽ പാർക്കിംഗ് അലൗഡാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാ ആൾക്കാരാണ്, എല്ലാവരും പോവുകയാണ്. ഇത് ഇപ്പോൾ എക്സിറ്റ് ഏരിയ ആണ്. അപ്പം നമ്മളിവിടെ നിന്ന് ബസ് എടുക്കാൻ വേണ്ടിയിട്ട് റോബിൻ പോയിട്ടുണ്ട്. അപ്പോൾ റോബിൻ ബസ് എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് നമ്മൾ റൂമിൽ പോയി നമ്മൾ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഈ ട്രിപ്പിലെ കുക്കിംഗ് മൊത്തം ഞങ്ങൾ ആണുങ്ങൾ 2 പേരും കൂടിയാണ് ചെയ്തത്. ലേഡീസിന് ഫുൾ റെസ്റ്റാണ്. സാധാരണ വീട്ടിലവരാണല്ലോ കൂടുതലും കുക്ക് ചെയ്യാറ്. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നും വൈകത്തില്ല. ഇതിനപ്പുറം ചാടിക്കിടന്നവരാണ് KK ജോസഫ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോവാണ്. അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് അടുത്ത പരിപാടിയുണ്ട്. അപ്പോൾ ഡേ വിശേഷങ്ങൾ, എഡിംബ്രയിലെ ഡേ വിശേഷങ്ങൾ കാണാൻ പാർട്ട് 3 വീഡിയോസ് അടുത്ത ദിവസങ്ങൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.